ഹായ് ഓർ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് റവ ഉപയോഗിച്ചുള്ളൊരു ദോശയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞൊരു ദോശയാണ്. ഈ ദോശ കഴിക്കുവാനായി പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കുവാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല മുരുപുരായിരിക്കുന്ന നല്ല ക്രിസ്പിയായ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ ഈ പേപ്പർ പോലെയുള്ള ഈ ദോശ ഇത്ര ക്രിസ്പി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ 2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml. ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിലോട്ട് നോർമൽ വാട്ടറിന്റെ 2 കപ്പ് വെള്ളവും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത്രയും സമയം വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. 2 ലെയറായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഒരു 5-8 ചെറിയ ഉള്ളിയും ഇതും ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 4 വറ്റൻമുളകും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമതും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ അടിച്ചെടുത്ത മിക്സിയിലോട്ട് അല്പം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് മാവ് കറക്റ്റ് പരുവത്തിനാക്കി എടുക്കുക. ദോശമാവിൻ്റെ അതേ പരുവത്തിനാണ് കേട്ടോ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ പരത്തി കൊടുത്ത് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുവാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു തവി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്നത് മൂടി വെച്ച് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാതിരിക്കുവാനായി എല്ലായിടത്തും ഒരുപോലെ പരത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് തൂക്കി കൊടുക്കാം. എണ്ണ തൂകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്രിസ്പിയായി നല്ലതുപോലെ നല്ല മുരുമുരാ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ദോശ തിരിച്ചിട്ടതിന് ശേഷം ഇവിടെയും അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഈ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ നല്ല രീതിയിൽ പരത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ച് ഒരല്പ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ എണ്ണയൊന്നും തൂക്കി കൊടുക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് വീണ്ടും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നല്ല കടലാസ് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് എണ്ണ പുരട്ടാതെ ഉണ്ടാക്കിയാലേ നല്ല പേപ്പർ പോലെയുള്ള ക്രിസ്പിയായ ദോശ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. എണ്ണ പുരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ
അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ അതിലോട്ട് ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു എരിവും പുളിവും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് റവ കൊണ്ടുള്ള ക്രിസ്പി ദോശ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.